ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നൊമിനാറ്റീവ് കേസിനെ കുറിച്ചാണ്. നൊമിനാറ്റീവ് കേസ് എന്താണ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നൊമിനാറ്റീവ് കേസ് സൂചിപ്പിക്കുന്നത് സബ്ജക്റ്റിനെയാണ്. ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിനെയാണ്, അതായത് പേഴ്സണെയാണ് നമ്മൾ എന്ത് സെന്റൻസിലെ നൊമിനാറ്റീവായിട്ട് കാണുന്നത്, അതായത് സബ്ജക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ വസ്തു, ഒരു പ്രവൃത്തി ചെയ്യുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്ത് നൊമിനാറ്റീവായിട്ട് കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നൊമിനാറ്റീവ്. ഇവിടെ നൊമിനാറ്റീവിനെയാണ് നമ്മൾ സബ്ജക്റ്റിനെയാണ് നമ്മൾ നൊമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക് സെന്റൻസ് സ്ട്രക്ചർ നൊമിനാറ്റീവ് വരുമ്പം എങ്ങനെ വരും എന്ന് നോക്കാം. ഒരു ബേസിക് സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ വെർബ് നമുക്ക് എപ്പോഴും എന്താണ്, ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പം ഏതൊരു വെർബും സെക്കൻഡ് പൊസിഷനിലേ വരുവുള്ളൂ. വെർബ് എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്താണ് എഴുതത്തുള്ളൂ. കോൺജുഗേറ്റ് ഫോമും ഒക്കെ കറക്റ്റ് ചെയ്ത് എഴുതുക. വെർബിന്റെ അക്ഷരം ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ തന്നെയായിരിക്കും. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നൗൺസ് ആയിപ്പോവും. നൗൺസ് മാത്രം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്, നമുക്കൊരു സെന്റൻസ് റെഡിയാക്കി കഴിഞ്ഞാൽ അതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് എന്ത്, വാസ്, വെർ. വാസ് എന്ന് വെച്ചാൽ എന്ത്, വെർ എന്ന് വെച്ചാൽ ആര്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും മനസ്സിലാക്കുക. നൊമിനാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ബേസിക് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, മറിയ കൗഫ്റ്റ് eine Buch. മരിയ സബ്ജക്റ്റ്, കൗഫ്റ്റ് വെർബ്, eine Buch ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് വന്നു, വെർബ് വന്നു, ഒബ്ജക്റ്റ് വന്നു. അവിടുത്തെ വെർബാണ് കൗഫനുള്ള ഫുൾ വെർബിനെ നമ്മൾ സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്ത ഫോമിലാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ എഴുതിയിരിക്കുന്നത്, കൗഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ RCS ഫോമിൽ എഴുതുമ്പോഴാണ് കൗഫ്റ്റ് എന്ന് വരുന്നത്. അതായത് മരിയ, മാക്സ്, അതുപോലെ തന്നെ എന്താ എസ് കൗഫ്റ്റ് എന്ന, അല്ലെങ്കിൽ എന്താണ് എസ് വന്നാലും നമ്മുടെ കോൺജുഗേഷൻ കൗഫ്റ്റ് എന്ന് വരുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇഷ് ഫോമിൽ കൗഫിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഇഷ് കൗഫെ eine Buch, ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഓക്കെ, wir kaufen ein Computer, ഞങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് വരും, ദി ബുക്ക് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഐനി ബുക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഉൺബെസ്റ്റിന്റെ ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. ഉൺബെസ്റ്റിന്റെ ആർട്ടിക്കിളിനകത്ത് ഐൻ ബുക്ക്, ഐനി ബുക്ക് എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ബുക്ക് വാങ്ങിച്ചെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഐനി ബുക്ക് എന്ന് പറയുന്നത്. തീ ബുക്ക് അല്ലേ, തീയിൽ നമ്മൾ നൊമിനാറ്റീവ് വരുമ്പം ഏതാണ് വരുന്നതെന്ന് നമ്മൾ അന്ന് പഠിച്ചതനുസരിച്ച് ഓർത്ത് നമ്മൾ തെറ്റാതെ എഴുതണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആർട്ടിക്കിൾ അറിയണം, അതുപോലെ തന്നെ ബെസ്റ്റിൻഡും ബെസ്റ്റിൻഡും ഒക്കെ അറിയണം. ഓക്കെ, ഇനി വരുന്നതാണ് ആര് വാങ്ങി, എന്ത് വാങ്ങി. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇനി അടുത്തത് നോക്കുന്നത്. വാസ്, വെർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് അതെങ്ങനെ ആ ഒരു സെന്റൻസിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കാൻ നോക്കും. അതായത് ആര് വാങ്ങി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ. മരിയ കൗഫ്റ്റ് eine Buch എന്ന് പറയുമ്പം ആര് വാങ്ങി എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത്. ആര് വാങ്ങി, അല്ലെങ്കിൽ എന്ത് കൂട്ടിച്ചേർക്കാം, എന്ത് വാങ്ങി. അപ്പൊ നമ്മൾ പറയും ആര് വാങ്ങി ചെയ്യുമ്പോൾ മരിയ വാങ്ങിച്ചു. എന്ത് വാങ്ങിച്ചു, ബുക്ക് വാങ്ങിച്ചു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്, അതിന്റെ ആൻസറും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്ര കാര്യങ്ങളെ വരുന്നുള്ളൂ. ആൻസർ ആയിട്ട് നമുക്ക് നൊമിനാറ്റീവ് കേസ് ആണ് വരുന്നത്. ആര് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ നൊമിനാറ്റീവ് കേസായ സബ്ജക്റ്റ് ആണ് നമ്മുടെ ആൻസർ, മരിയ അല്ലെങ്കിൽ മാക്സ്. ഓക്കെ, എന്ത് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എന്താ വാങ്ങിച്ചത്, ഹൂക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾസ് നോക്കാം. വാസ് കൗഫ്റ്റ് മരിയ, എന്താണ് മരിയ കൗഫൻ ചെയ്തത്. വാസ് കൗഫൻ സി, അവൻ എന്താണ് വാങ്ങിച്ചത്, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അടുത്തത് വോ കൗഫൻ eine Buch,
ആരാണ് ബുക്ക് വാങ്ങിച്ചത്? വോ കൗഫൻ eine കമ്പ്യൂട്ടർ. ആരാണ് കമ്പ്യൂട്ടർ വാങ്ങിച്ചത്? ഓക്കെ, നമ്മൾ വോ കൂട്ടിയും വാസ് കൂട്ടിയും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഇത്ര ഉള്ളു, വെരി സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വേർഡ് വരുന്നതെന്ന് നോക്കി. എങ്ങനെ ഇത് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ആവുന്നതെന്ന് നമ്മൾ നോക്കിയില്ല. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു വേഫ്രാഗയുടെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരും നോക്കാം. വേഫ്രാഗ എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് കൂട്ടിയുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക, അതിൻ്റെ കൂടെ വെർബ് എഴുതുക, പിന്നെ സബ്ജക്റ്റ്. ഓക്കെ, അടുത്തതാണ് യാവോർനൈൻ ഫ്രാഗ്. യാവോർനൈൻ ഫ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകുന്നുണ്ടോ? ഇല്ല എന്ന് നമ്മൾ പറയത്തില്ല. അതാണ് സംഭവം. എസ് ഓർ നോ, ആൻസർ എസ് അല്ലെങ്കിൽ നോ വരുന്നതിനാണ് നമ്മൾ യാവോർനൈൻ ഫ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിന്റെ സ്ട്രക്ചർ ഫോം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ beispiel നോക്കാം. വാസ് മാഹൻ സേ, വേഫ്രാഗയാണ്. വേഫ്രാഗയുടെ beispiel ആണ് വാസ് മാഹൻ സേ. അപ്പൊ നമ്മൾ പറയും ഇഷ്ലാനെ തോയ്ഷ്, ഞാൻ ഡോയ്ഷ് പഠിക്കുവാണ്. ഓക്കെ, വേർ ഗേഹൻ സേ, എവിടെ പോകുവാണ്? ഇഷ് ഗേ ഇൻ സ്കീനോ. ഇൻ സ്കീനോ, അതായത് ഇവിടെ ഇൻ സ്കീനോ എന്ന് വരാൻ കാരണം ടസ്കീനോയാണ്. ടസ്കീനോയുടെ ഉള്ളിലേക്ക് ഒരു ഈ കീനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് തിയേറ്റർ ആണ് കേട്ടോ. തിയേറ്ററിന്റെ അകത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഇൻസ് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് യാവോർനൈൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നോക്കാം. ഇഷ്ടു ഫ്രോസ്റ്റോക്ക്. ഫ്രോസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം യാ ഷേസെ ഫ്രോസ്റ്റോക്ക് അല്ലെങ്കിൽ യാ എസെ ദാസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മള് യാവോർനൈൻ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് യാവോർനൈൻ എന്നൊരു ഉത്തരം പറഞ്ഞോണം. അപ്പൊ നമ്മള് ഫ്രോസ്റ്റോക്ക് കഴിച്ചോ? ഇല്ലെങ്കിൽ നമ്മൾ നൈൻ ഇഷ് എസെ ദാസ്, ഇല്ല ഇല്ല കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ. നോമിനാറ്റിക്കേഴ്സ് കഴിഞ്ഞു. വെരി സിമ്പിൾ ആണ്. എല്ലാം മനസ്സിലാക്കി പോകുക. ആർട്ടിക്കിൾ മനസ്സിലാക്കുക, വൊക്കാബ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഓൺബെസ്റ്റിംഗ് ബെസ്റ്റിംഗ് അത് മനസ്സിലാക്കുക. അതൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കാണുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ചേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.